ഇന്ന് ഞാനിവിടെ ഒരു ഗ്രീൻ പീസ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച ഗ്രീൻ പീസാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. അതിനായി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ആദ്യമേ ഗ്രീൻ പീസ് തയ്യാറാക്കി വെക്കുക. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെക്കുക. അതിനുശേഷം ഞാനിവിടെ ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എൻ്റെ പക്കലില്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഉള്ളി വേണമെങ്കിലും എടുത്തു കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്നു വരുമ്പം അതിനകത്തേക്ക് ഞാനിവിടെ രണ്ട് ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീരെ ചെറുതായതുകൊണ്ടാണ് തണ്ടോടെയാണ് ഇട്ടത്. ഇനി ഇതൊന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. തണുപ്പ് കാലത്ത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഗ്രീൻ പീസ്. ഇതുപോലെ ഞാൻ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതായിരുന്നു നേരത്തെ. വെള്ളമൊക്കെ തോരാൻ വെച്ചു. അതിനുശേഷം ഇതിലേക്ക് ഇതിട്ട് കൊടുത്ത് ഇനി ഇതിനു വേണ്ടി വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉള്ളി വഴറ്റുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രീൻ പീസിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഞാനൊരു ശകലം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്പം മാത്രമേ ചേർത്തുള്ളൂ. അതിനുശേഷം പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനിയും 1-2 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ലാസ്റ്റിൽ ചേർക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ആവി തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അല്ല പെട്ടെന്ന് വേകണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തില്ല. ഞാനിത് കുറച്ച് സമയം എടുത്താണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. ഇതുപോലെ വെന്ത് കഴിയുമ്പം അധികം മൂത്ത മണികൾ അത് പെട്ടെന്ന് വേവത്തില്ല. എളുപ്പമായുള്ളത് പെട്ടെന്ന് വേകും. അതിനുശേഷം ഞാനിവിടെ അല്പം കുരുമുളക് പൊടിയും പിന്നെ വറ്റൽ മുളക് പൊടിച്ച് വെച്ചിരുന്നത് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സ് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.